പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. നീ ചെയ്തത് തെറ്റോ ശരിയോ, എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയും. ആരാ നീ? കഴിഞ്ഞത് എന്തു തന്നെയായാലും ആരാ നീ? നീ ഒരവസരം കൂടി അർഹിക്കുന്നു. ആരാ? എന്തിനാ പറഞ്ഞിരിക്കുന്നേ? ഇല്ല, ഇതല്ല എന്നെ തോന്നല. ഇവിടുന്ന് പോയേ പറ്റൂ. നിന്റെ ജീവന് ഇനി അധിക നേരം ആയുസില്ല. ഹലോ, ആ പറ. നീ എന്തായാലും സൂക്ഷിച്ചോ, എല്ലാം കയ്യിൽ നിന്ന് പോയാലോ തോന്നുന്നു. അവള് കയറി തൂങ്ങിയാണ് പ്രശ്നം ഇത്ര വഷളാക്കിയത്. ഇല്ലെങ്കിൽ ആ മൈനൊക്കെ ഇത് എങ്ങനെ അറിയാൻ? അതൊക്കെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലത്. അവൻ എന്തായാലും നിന്നെ തീർത്തിട്ടുള്ളൂ നമ്മുടെ കാണും. അവൻ നടക്കട്ടെന്നേ. അവൻ എന്താണേലും കൂടെ വരാൻ കുറച്ച് ബുദ്ധിമുട്ട്. അത് പറയാനാ ഞാൻ നിന്നെ വിളിച്ചത്. ഇന്നലെ എന്നെ പൊക്കി. എന്നിട്ട് ഞാൻ ഇവിടെ ആണെന്നുള്ള കാര്യം നീ അവനോട് പറഞ്ഞോ? ഹലോ ഹലോ, എടാ എടാ മയിലേ, മയില് താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. ദയവായി അല്പസമയത്തിന് ശേഷം ശ്രമിക്കുക. അളിയ, എടാ നിന്റെ കാര്യം ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ.
ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. എടാ അന്നത്തെ ആക്സിഡന്റ് കാര്യം എടാ അത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. എനിക്ക് നല്ല വിഷമമുണ്ട്. എടാ നിന്റെ ചേട്ടൻ എന്ന് പറയുമ്പോഴത്തേ എനിക്ക് എന്റെ ചേട്ടനെ പോലെ തന്നെയല്ലടാ. പിന്നെ അവള് നേരത്തെ ചാവേണ്ടതായിരുന്നു. പക്ഷെ അവൾ എന്തൊക്കെ എഴുതി വെച്ച് തൂങ്ങിച്ചെത്തിന്ന് എനിക്ക് അറിയത്തില്ലടാ. നീ അതൊക്കെ തല കയറ്റി വെച്ച് എന്നെ കുറ്റക്കാരനാക്കല്ലേ. കഴിഞ്ഞോ നിന്റെ പെർഫോമൻസ്? എടാ പെർഫോമൻസോ? എടാ നീ എന്തുകൂടെ ഈ പറയുന്നേ? എടാ നിനക്കെന്നെ വിശ്വാസമില്ലേ? പിന്നെ എന്തിനാണ് മൈര ഇവിടെ ഒളിച്ചിരിക്കുന്നത്? എടാ അത് കുഞ്ഞു പോയ വിഷമത്തിൽ ഞങ്ങൾ ഇരുന്നപ്പോ ഇതെല്ലാം ചെയ്ത് കൂടെ നിന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നീ അഭിനയിച്ചു. എങ്ങനെയാടാ നിനക്ക് കുഞ്ഞിനെ കൂടെ പഠിച്ചവനല്ലേ, അറിയാതെ സംഭവിച്ചല്ലേ എന്നോർത്ത് എന്നെ വെറുതെ വിട്ടാടാ ഞാൻ ചെയ്ത തെറ്റ്. ആ തെറ്റ് കാരണം ഇപ്പൊ എന്റെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും പോയി. ആകെ ഉണ്ടായിരുന്ന കൂടപ്പിറപ്പും പോയി. ഇപ്പൊ ഞാൻ മാത്രം ഒറ്റയ്ക്ക്. ഇനി ഞാൻ നിന്നെ വെറുതെ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. അന്ന് ആക്സിഡന്റില് കൊല്ലാൻ നോക്കി ഞാൻ അവളെ. കുഞ്ഞ് എനിക്ക് കിട്ടാവുക ലൈഫ് മറ്റാരുടെ കൂടത്തിലും ജീവിക്കുന്ന എനിക്ക് ഇഷ്ടമല്ലാത്തോണ്ടാ അന്ന് അങ്ങനൊക്കെ എനിക്ക് ചെയ്യാൻ തോന്നിയേ. ആ ടൈമില് വേറൊന്നും ഞാൻ ഓർത്തില്ല. അവളെ കൊല്ലണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിന്നെ കുറിച്ചോ നിന്റെ ചേട്ടനെ കുറിച്ചോ ഞാൻ ഓർത്തില്ല. അവളും ചത്ത്, അവളെ കുഞ്ഞും ചത്ത്, നിന്റെ ചേട്ടനും ചത്ത്, ഇനി നീയും ചാ. ചേട്ടന് സംശയം തോന്നുന്നുണ്ടല്ലോ. ഒന്ന് ആശ്വസിപ്പിക്കാന്ന് ഓർത്ത് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോ എന്റെ വായിന്ന് അറിയാതെ വീണുപോയി അവളോടുള്ള ഇഷ്ടം. എന്റെ ഭാഗ്യത്തിന് അവൻ കാറ് കയറി ചത്തു. വേദനിക്കുന്നോടാ നിനക്ക്? നിന്റെ ഭ്രാന്ത് കാരണം എത്ര ജീവനാടാ പോയത്? നീ പുറകെ നടക്കുന്നത് അറിഞ്ഞിട്ട് പോലും അതാ പാവം നീ കാരണം എന്റെ ചേട്ടനെ നീ ചാകണം. മൈരേ ചാക്. എന്തിനാണ് ഭയം? ഞാൻ പറഞ്ഞില്ലേ നിനക്കൊരവസരം കൂടി തരാമെന്ന്. ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഒന്നാണ്. പലരും പല പേരിൽ എന്നെ വിളിക്കുന്നു. നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാനും കാണാനും സമയമായിട്ടില്ല. നിന്നിലെ ജീവന്റെ അവസാന കണികയിൽ നിനക്കെന്നെ കാണാൻ സാധിക്കും. പക്ഷേ ഇന്നല്ല ആ ദിനം. രണ്ടാമതൊരു അവസരം കൂടി നിനക്ക് ഞാൻ നൽകുന്നു. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള ചിന്തയ്ക്കുള്ള ഉത്തരവ് നിന്നിൽ തന്നെയുണ്ട്.
എവിടെയാണ് നിനക്ക് തെറ്റിയതെന്ന് മനസ്സിലാക്കാൻ ഈ അവസരം ഉപയോഗിക്കുക. ഈ തരുന്ന അവസരത്തിലും അത് ആവർത്തിച്ചാൽ എനിക്ക് സഹായിക്കാൻ കഴിയില്ല. അത് ഓർക്കുക. നമുക്ക് പിന്നീട് ഒരിക്കൽ കണ്ടുമുട്ടാം. ചേട്ടന് സംശയം തോന്നുന്നുണ്ടല്ലോ. ഒന്ന് ആശ്വസിപ്പിക്കാന്ന് ഓർത്ത് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോ എന്റെ വായിന്ന് അറിയാതെ വീണുപോയി അവളോടുള്ള ഇഷ്ടം. എന്റെ ഭാഗ്യത്തിന് അന്നവൻ കാറ് കയറി ചത്തു. നിന്നെ സ്വന്തം പോലെ കൂടെ നിർത്തിയ എന്റെ ചേട്ടനെയും അതടാ നിന്റെ ചേട്ടനെയും. നിന്റെ ഭ്രാന്ത് കാരണം എത്ര ജീവനാണോ പോയത്?